പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 13 വ്യാഴം. പ്രധാന വാർത്തകൾ. ഇഫ്താറിന് മുന്നോടിയായി വാഹന വേഗത കുറയ്ക്കണമെന്നും ഡ്രൈവർമാർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇഫ്താറിന് മുമ്പുള്ള മിനിറ്റുകളിൽ വാഹനാപകടങ്ങളും നിയമലംഘനങ്ങളും കൂടുതലായി സംഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. വാഹനമോടിക്കുന്നവർ നോമ്പ് തുറക്കാൻ വീട്ടിലെത്താനുള്ള തിരക്ക് കൂട്ടുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കും. ഇഫ്താറിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ നിരവധി വാഹനാപകടങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. അമിത വേഗത, ചുവന്ന സിഗ്നൽ മുറിക്കൽ, ഓവർടേക്ക് ചെയ്യൽ, അപകടങ്ങൾ എന്നിവ പോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വാഹനത്തിന് നേരത്തെ സംഭവിച്ച വലിയ അപകട വിവരം മറച്ചുവെച്ച് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിൽ നിന്ന് ഉപയോക്താവിന് 5075 റിയാൽ വാങ്ങി നൽകി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഉപഭോക്തൃ വിഭാഗമാണ് സുവൈക്ക് ഓഫീസ് വഴി നടപടിയെടുത്തത്. ഒരു വാഹന വിൽപ്പന കമ്പനിയിൽ നിന്ന് 2018 അവലോൺ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സുവൈക്ക് നിവാസിയായ ഉപയോക്താവ് പരാതി നൽകുകയായിരുന്നു. ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടതായി മാത്രമാണ് വിൽപ്പന വേളയിൽ വാഹന വിൽപ്പന സ്ഥാപനം ഉപയോക്താവിനോട് വെളിപ്പെടുത്തിയത്. വാഹനത്തിന് അദ്ദേഹം 5075 റിയാൽ മുൻകൂറായി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കാറ് ലഭിച്ചപ്പോഴാണ് വാഹനം ഗുരുതരമായ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉപയോക്താവിന് മനസ്സിലാകുന്നത്. ഇത് കമ്പനി നേരത്തെ അറിയിച്ചതിലും വളരെ കൂടുതലായിരുന്നു. തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ഉപഭോക്താവ് ഉടൻ തന്നെ വാഹന വിൽപ്പന കമ്പനിയുമായി ബന്ധപ്പെട്ടു. പക്ഷേ വാഹനം തിരികെ വാങ്ങാനോ നൽകിയ തുക തിരികെ നൽകാനോ കമ്പനി വിസമ്മതിച്ചു. തുടർന്ന് പരാതിക്കാരൻ സുവൈക്കിലെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ സുവൈക്കിലെ ഓഫീസിൽ പരാതി സമർപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തിയ അധികൃതർ ഉപയോക്താവിന്റെ പരാതി ശരിയാണെന്ന് കണ്ടെത്തുകയും തുക തിരികെ നൽകാൻ വഴിയൊരുക്കുകയുമായിരുന്നു. വാഹനം സ്ഥാപനത്തിന് തിരികെ നൽകുന്നതും ഉപയോക്താവിന് മുൻകൂർ അടച്ച തുക തിരികെ നൽകുന്നതിനും ഉൾപ്പെടെയുള്ള സൗഹാർദ്ദപരമായ ഒത്തുതീർപ്പിലെത്തിയതായും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിലെ റോഡുകളിൽ അലക്ഷ്യമായി വളർത്തുമൃഗങ്ങളെ അഴിച്ചുവിട്ടാൽ കനത്ത പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയം ഉത്തരവ് 485/2020 പ്രകാരം ഒട്ടകം, കുതിര എന്നിവ അഴിച്ചുവിടുന്നവരിൽ നിന്ന് പ്രതിദിനം 150 റിയാലും പശുവിന് 50 റിയാലും ആടിനും ചെമ്മരിയാടിനും 10 റിയാലും പിഴ ഈടാക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം അധികൃതരുടെ ഉണർത്തൽ. ഒമാനിലെ ഏറ്റവും വലിയ ജലസംഭരണ അണക്കെട്ടായ ഗുറിയാത്ത് വിലായത്തിലെ വാദി ദൈഖ ഡാം സന്ദർശനത്തിന് പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തി. സ്വദേശികൾക്ക് 300 പൈസയും വിദേശികൾക്കും സഞ്ചാരികൾക്കും 1 റിയാലുമാണ് പ്രവേശന നിരക്ക്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണെന്നും അധികൃതർ അറിയിച്ചു. മസ്കത്തിൽ നിന്ന് 108 കിലോമീറ്റർ സഞ്ചരിച്ച് ഗുറിയാത്തിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്ന് തുറമുഖം പരിസരത്തെത്താം. വലിയ 2 പർവ്വതങ്ങൾക്കും ഇതിനോട് ചേർന്നുള്ള കൊച്ചുമലകൾക്കും ഇടയിലായ മരുഭൂമിയിൽ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന ജലത്തെ അണക്കെട്ട് നിർമ്മിച്ച് കെട്ടി നിർത്തി ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ. മഴക്കാലമാകുന്നതോടെ മലമുകളിൽ നിന്നെത്തുന്ന ജലത്തിന്റെ തോത് വർദ്ധിക്കും. ഇത് പരിസരങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നത് ഒഴിവാക്കുകയാണ് അണക്കെട്ട്. കാലഹരണപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഒരു വർഷത്തിനിടെ പിടിച്ചെടുത്തത് 1,15,000-ൽ-അധികം ഉൽപ്പന്നങ്ങൾ. നിയമം ലംഘിച്ച് വിൽപ്പന സൂക്ഷിച്ചതിന് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടിയത് ധോഫാർ, മസ്കത്ത് ഗവർണറേറ്റുകളിൽ നിന്നാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024-ൽ പിടിച്ചെടുത്തവയിൽ 41,000-ൽ-അധികം ഉൽപ്പന്നങ്ങൾ കാലാവധി കഴിഞ്ഞവയായിരുന്നു. ഇതിൽ 48% ധോഫാർ ഗവർണറേറ്റിൽ നിന്നായിരുന്നു. 16,000-ൽ-അധികം നിരോധിത ഉൽപ്പന്നങ്ങളും 15,000-ൽ-അധികം പുകയില ഉൽപ്പന്നങ്ങളും കണ്ടുകെട്ടി. ഇവയിൽ 43% മസ്കത്ത് ഗവർണറേറ്റിൽ നിന്നായിരുന്നുവെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വ്യക്തമാക്കി.
അനുമതി ഇല്ലാതെ പണപ്പിരിവ് നടത്തി ഒമാനിൽ നിന്ന് 2.5 ലക്ഷത്തോളം റിയാലുമായി വിദേശ വനിത രാജ്യം വിട്ടു. ഫസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ റഷ അൽ അബ്ദാലിയ പ്രാദേശിക റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2,45,000 റിയാലിന് മുകളിലാണ് ഇവർ പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു രാജ്യത്തേക്കാണ് ഇവർ പോയതെന്നും റഷ അൽ അബ്ദാലിയ വ്യക്തമാക്കി. യാചകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ സാമൂഹിക വികസന മന്ത്രാലയവും പബ്ലിക് പ്രോസിക്യൂഷനും തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നന്മയുടെ മാസത്തിൽ നിങ്ങളുടെ വികാരങ്ങളെ മുതലെടുക്കാൻ ഒരു യാചകനെയും അനുവദിക്കരുതെന്നും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1555 എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം പൊതുജനങ്ങളോടും ആവശ്യപ്പെട്ടു. ഭിക്ഷാടനം വർദ്ധിച്ചു വരികയാണെന്നും ഇതേക്കുറിച്ച് വിവരം നൽകുന്നതും നന്മയാണെന്നും സാമൂഹിക വികസന മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർത്തി. ഭിക്ഷാടനത്തിന് അറസ്റ്റിലാകുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. പൊതുസ്ഥലത്തും സ്വകാര്യ കേന്ദ്രങ്ങളിലും യാചന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അറസ്റ്റിലാകുന്നവർക്കെതിരെ 1 മുതൽ 2 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കും. 50 റിയാലിന് മുകളിലും 100 റിയാലിന് താഴെയുമായുള്ള തുക പിഴ ഈടാക്കും. വിദേശികളാണെങ്കിൽ ശിക്ഷാ നടപടികൾ പൂർത്തിയാക്കിയാൽ നാടുകടത്തും. യാചകവൃത്തി തുടരുന്നതായി കണ്ടെത്തിയാൽ 6 മാസത്തിൽ കുറയാതെ 2 വർഷത്തിൽ കൂടാതെയുള്ള കാലാവധി തടവ് ശിക്ഷ ലഭിക്കും. കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തിയാൽ 3 മാസം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവനകൾ നൽകുന്നവർ ഔദ്യോഗിക വഴികൾ സ്വീകരിക്കണമെന്നും ശരിയായ മാർഗത്തിലൂടെ ചെലവഴിക്കുന്ന പണം അർഹരിൽ കൃത്യമായെത്തും. ഇതിനായി അംഗീകൃത ഏജൻസികൾ വഴിയും പോർട്ടലുകൾ വഴിയും മാത്രം സംഭാവനകൾ നൽകണമെന്നും സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ച് ഉപയോഗിച്ച ടയറുകൾ പിടിച്ചെടുത്തു. ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വാണിജ്യ നിയമങ്ങളുടെ ലംഘനം കണ്ടെത്തിയത്. ഉപയോഗിച്ചതായ 110-ൽ അധികം ടയറുകൾ പിടിച്ചെടുത്തു. ടയറുകൾ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോയെന്നും ഉപയോഗപ്രദമാണോയെന്നും പരിശോധിച്ചു. ഉപയോഗിച്ച ടയറുകൾ വീണ്ടും വിതരണം ചെയ്യുന്നത് നിരോധിച്ചതാണെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ ഉണർത്തി. നിർമ്മാണ തീയതി നശിപ്പിച്ച് ടയറുകൾ വിൽക്കുന്നതും കുറ്റകരമാണ്. നിയമപ്രകാരമുള്ള ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉൽപ്പന്നം കൈകാര്യം ചെയ്യുന്നത് തടയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമാണ് കുറ്റങ്ങൾ ചുമത്തിയത്. നിയമലംഘനങ്ങൾ തടയുന്നതിനും വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വരും ദിവസങ്ങളിൽ ഉപഭോക്തൃ വിഭാഗം പരിശോധനകൾ തുടരും. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സൗഹൃദ മത്സരത്തിൽ ഒമാൻ ഇന്ന് സുഡാനെ നേരിടും. രാത്രി 10 മണിക്ക് മസ്കത്ത് സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുക. ഒമാന്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പ് മസ്കത്തിൽ പുരോഗമിക്കുകയാണ്. ക്യാമ്പിലും സുഡാനുമായുള്ള സൗഹൃദ മത്സരത്തിലും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സംഘത്തിൽ ഇടം നേടാനാകും. ആഭ്യന്തര ക്യാമ്പ് ഇന്നത്തെ സൗഹൃദ മത്സരത്തോടെ പൂർത്തിയാകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.